ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ മെഷീൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെഷീൻ വെച്ചിട്ടുള്ള ഒരു ഇൻ്റർലോക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സാധാ നോർമൽ ഫൂട്ട് മാറ്റിയിട്ട് ഇൻ്റർലോക്ക് ചെയ്യുന്ന ഫൂട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ഫൂട്ട് മാറ്റാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതാണ് ഇൻ്റർലോക്ക് ചെയ്യുന്ന ഫൂട്ട്. ഇതിൻ്റെ ബാക്കിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫൂട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സാധാ നോർമൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഫൂട്ട് മാറ്റിയിട്ട് ഇതാ നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ഫൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെലക്ടർ നമുക്ക് സീൽക്കാണ് ആക്കി കൊടുക്കേണ്ടത്. അത് ആക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടോ. പിന്നീട് ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. പിന്നെ ലെങ്ത്ത് 1-ൻ്റെയും 0-ൻ്റെയും ഉള്ളിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ക്ലോത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈര ഉണ്ടല്ലോ, ഈര വെച്ചിട്ടാണ് നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യുന്നത്. ഈര ഇല്ലാതെയും ചെയ്യാം. അപ്പോഴും നല്ല രസത്തിൽ, അതായത് ഇങ്ങനെ കർവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈര വെച്ച് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ ഈര വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് അടിച്ചു പോകേണ്ടത്. അപ്പോൾ ഈരയും ക്ലോത്തും കൂടെ ഒന്നിച്ചിട്ട് നമ്മുടെ ഫൂട്ടിൻ്റെ താഴെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. പക്ഷെ നമ്മൾ ഈ ക്ലോത്ത് ഇങ്ങനെ മടക്കി വരില്ലേ, അതായത് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുക്കുമല്ലോ, ആ ഫൂട്ടിൻ്റെ ഉള്ളിലോട്ട് ആവുന്ന രീതിയിൽ ഉരുട്ടി കൊടുക്കുമ്പോൾ അതിൻ്റോടൊപ്പം തന്നെ നമ്മുടെ ഈ ഈരയും ചേർത്ത് കൊടുക്കണം കേട്ടോ. എങ്കിലാണ് അത് ഈര ആ ക്ലോത്തിൻ്റെ ഉള്ളിലാവുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈര പുറത്തേക്ക് കാണും. കണ്ട, ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട്. വളരെ ക്ഷമയോട് കൂടിയിട്ട് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈര വേറെ ക്ലോത്ത് വേറെ ആയിട്ട് സ്റ്റിച്ചായി പോവും. ആ ഫൂട്ടിന് ഒരു കർവ് ആവണ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. ആ ഭാഗത്തേക്ക് നമ്മുടെ ക്ലോത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കണം. അപ്പോഴാണ് സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങും അതുപോലെ തന്നെ ക്രാഫ്റ്റും ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞു ചാനലാണ് എൻ്റേത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഞാൻ മാക്സിമം ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ മെഷീൻ വെച്ചിട്ടുള്ള കൂടുതൽ സ്റ്റിച്ചിങ്ങുകളും ഞാൻ വരുന്ന ദിവസങ്ങളിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരു അംബ്രല്ല ഫ്രോക്കാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ ഈര വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അംബ്രല്ല ഫ്രോക്കിനും അതുപോലെ കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ ഇതുപോലെ സ്റ്റിച്ചിങ് താഴെ ഈര വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇൻ്റർലോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഫ്രോക്കിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. താഴ്ഭാഗത്ത് സാധാരണ നമ്മൾ മടക്കി അടിക്കണേക്കാളും അതുപോലെ ഈരല്ലാതെ ചെയ്യുകയാണെങ്കിലും അതിനേക്കാളൊക്കെ കൂടുതൽ ബെറ്ററാണ് നമുക്ക് ഈര വെച്ചിട്ട് ഇൻ്റർലോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കുറച്ചധികം ടൈം വേണ്ടി വരും കേട്ടോ. എന്നാലാണ് നമുക്കിത് നല്ല നീറ്റായിട്ട് കിട്ടുള്ളൂ. ഇങ്ങനത്തെ മെഷീൻ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ മേടിക്കുകയാണെങ്കിൽ, അതായത് കൂടുതൽ സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, ഇങ്ങനെ ഫ്രോക്കുകളും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഡിസൈനൊക്കെ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെഷീൻ തന്നെയാണ് കേട്ടോ ഉഷ ജെനോമയുടെ അല്ലോർ DLX. കാരണം നല്ല കംഫർട്ടായിട്ടുള്ള ഒരു മെഷീനാണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചും 21 സ്റ്റിച്ച് ഇതിൽ വരുന്നുണ്ട്. അതിൽ കൂടുതൽ നമുക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഈ ഇൻ്റർലോക്ക് ചെയ്യുന്ന സ്റ്റിച്ചും അതുപോലെ തന്നെ സ്കാലപ്പ് ചെയ്യാനും ബട്ടൺ ഹോൾ ചെയ്യാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ മുഴുവനും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനധികം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഡ്രസ്സ് അയച്ചു തന്നാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുതരാം. അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഡ്രസ്സ് ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ നമ്മളിതാ മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ട ഈര വെക്കുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ആ മടക്കുണ്ടാവില്ലേ, ആ മടക്കിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ടാണ് ഈര വെച്ചിട്ടാണ് മടക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു വിരൽ അകലത്തിൽ നമ്മൾ ഈര വെച്ചിട്ട് മടക്കി കൊടുക്കുക. ഒന്നിച്ച് മടക്കി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേന് ഈരയും ക്ലോത്തും തമ്മിൽ അകന്നു പോകും കേട്ടോ. കണ്ട ഇതുപോലെ കൂട്ടി അടിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ആ ഫൂട്ടിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാൻ പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഒന്ന് ബാക്ക് എടുത്തിട്ട് ഒന്നുകൂടി വെച്ച് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നീറ്റായിട്ട് കിട്ടും. കണ്ട ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകും കേട്ടോ. പിന്നെ ഇൻ്റർലോക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഞാനൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലോത്ത് വലിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒരു ക്ലോത്ത് ഒന്നും കൂടി വലിവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അതിനാണ് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അവസാന ഭാഗം എത്തിയിട്ടുണ്ട്, സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മളിതാ ഇതുപോലെ ഈര വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈര ജസ്റ്റ് ഒന്ന് ആ ഒരു സ്റ്റാർട്ട് ചെയ്തില്ലേ ആ ഭാഗത്തേക്ക് ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുത്തിട്ട് എൻഡിൽ ഡബിൾ സ്റ്റിച്ചോ ഇട്ട് കൊടുക്കുക. അതിൻ്റെ എൻഡ് ഭാഗം കവർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സ് യൂസ് ചെയ്ത് വരുമ്പോൾ ഈ ഈര വലിഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അധികം പൊന്തി നിൽക്കുന്ന നൂലുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈരയുടെ ഭാഗം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കണ്ടാൽ നല്ല രസത്തിൽ കിടക്കണില്ലേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായാൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് ഈ മെഷീൻ വെച്ചിട്ടുള്ള കൂടുതൽ സ്റ്റിച്ചിങ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക് യു. ബൈ.